ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്പിയെ കുറിച്ച് ആരും ഒരു നല്ല വാക്ക് പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പ്രത്യേകിച്ച് ജഗന്നാഥൻ. ഇന്നൊരു നല്ല വാക്ക് പറഞ്ഞല്ലോ, എന്തു പറ്റി? അതും ശരിയാണല്ലോ. അംബികയുടെ കഷ്ടകാലം മാറുമായിരിക്കും. സഹോദര സ്ഥാനത്താണ് രാജയോഗവും ഗജകേസരി യോഗവും ഒക്കെ വ്യക്തമായി കാണുന്നത്. ഈ സഹോദരൻ ഭരണസാരഥിയായി മാറുമെന്ന് വരെ അംബികയുടെ ആരൂഢത്തിൽ തെളിയുന്നുണ്ട്. അമ്മേ, സഹോദരനല്ല, എനിക്കാ അതൊക്കെ വേണ്ടത്. ഭരണകർത്താവാനുള്ള ആഗ്രഹം എനിക്കാ ഉള്ളത്. പ്രശ്നത്തിൽ തെളിയുന്നതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അംബികയ്ക്ക് അനുഭവ ഭാഗ്യം കാണുന്നുണ്ട്. പക്ഷേ രാജയോഗവും ഭരണയോഗവും കാണുന്നത് സഹോദരനില്ല. സഹോദരന്റെ സന്തതി പരമ്പരകൾക്കും കാണുന്നുണ്ട്. അവനെ എനിക്ക് ശത്രു ആവൂന്ന് അറിയുന്നതുകൊണ്ട്, അതുകൊണ്ടാ അവനെ ഞാൻ നാട് കടത്തിയത്. സഹോദരനിലൂടെ സർവ്വതും കിട്ടുമെന്നാണ് അംബികയുടെ ഫലം പറയുന്നത്. അത് പോരാ, എല്ലാം ഒറ്റയ്ക്ക് എനിക്ക് വെട്ടിപ്പിടിക്കണം. എനിക്ക് ഭരിക്കണം. സൂര്യമംഗലം പോലൊരു കൊട്ടാരവും അവരുടെ സ്വത്തുക്കളും എല്ലാം എന്റെ കയ്യിൽ വരണം. അതിനെന്താ വേണ്ടെന്ന് അമ്മ പറ. ഞാൻ ഒരു വട്ടം കൂടി ഒന്ന് നോക്കട്ടെ. അതിന് ക്രിയകൾ ഒത്തിരി ചെയ്യണം, ഹോമങ്ങൾ നടത്തണം, കഠിനമായ വ്രതവും മന്ത്രങ്ങളും ജപിക്കണം. എന്ത് ക്രിയകൾ വേണമെങ്കിലും ഞാൻ ചെയ്യാം. എത്ര കഷ്ടപ്പാടുകളും ഞാൻ സഹിക്കാം. പക്ഷേ ആ സാമ്രാജ്യം അതെന്റേതാവണം. എത്ര ദിവസം കൊണ്ട് എന്റെ ഈ കർമ്മങ്ങളും പൂജകളും അവസാനിക്കും? 3 ദിനരാത്രങ്ങൾ കഠിനമായ പൂജാമന്ത്രങ്ങളും ഹോമങ്ങളും നടത്തണം. അംബിക ജലപാനം പോലുമില്ലാതെ പൂജ നടത്തണം. ഈ പൂജയ്ക്കൊരു ഭംഗവും വരാതെ പൂർത്തിയാക്കിയാൽ മഹാദേവവർമ്മയുടെ മനസ്സു മാറും. പിന്നെ സൂര്യമംഗലത്തെ എല്ലാ കാര്യങ്ങളും മഹാദേവവർമ്മ അംബികാവർമ്മയെ ഏൽപ്പിക്കും. അംബിക മനസ്സിൽ സ്വപ്നം കണ്ടതുപോലെ എല്ലാ കാര്യങ്ങളും അംബികയുടെ വരുതിയിലേക്ക് വരും. എത്രയും പെട്ടെന്നേ അമ്മ ഈ പൂജ തുടങ്ങണം. ഞാൻ ഈ പൂജയ്ക്കൊക്കെ ഒരുക്കുക. ആദ്യം ഞാനൊരു മന്ത്രം തരും. കുളിച്ച് ഈറനോടെ വന്ന് 101 പ്രാവശ്യം ആ മന്ത്രം ചൊല്ലണം. അവിടെ നിന്ന് ക്രിയകൾ ആരംഭിക്കാം. ആ, ശരി. അല്ല, എന്താ കുറിപ്പേട്ട വേർതിരിച്ച്? ഓ, പറമ്പിലെ പണിക്കാരോടൊപ്പം ആയിരുന്നു. അവന്മാരോട് വായിട്ടടിച്ച് വായിലെ വെള്ളം മുഴുവൻ പറ്റി. അതിനിവിടെ വേനൽ വന്ന് വെള്ളമൊന്നും പറ്റിയിട്ടില്ലല്ലോ. പുറത്തെ കിണറിൽ നിറയെ വെള്ള. കുറച്ചെടുത്ത് കുടിക്കേ. കാര്യം പറയുമ്പോ വേറൊരു തമാശ. നമ്മളെ ജോലിക്കാരെല്ലാം വെറും നിഷേധികളായി വരുന്നതാണ് ഞാൻ പറഞ്ഞേ. ഓ, അങ്ങനെ. ഓ, ജോലിക്കാരോടൊക്കെ ഒരു തഞ്ചത്തിലൊക്കെ നിക്കണ്ടേ കുറിപ്പേട്ട? എന്ത് തഞ്ചത്ത് നിന്നാലും അവന്മാരെല്ലാം കള്ളപ്പണിക്കാരാ. ദേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാ ഞാൻ പ്രതാപന്റെ മഹത്വം അറിയുന്നത്. പ്രതാപം പോയെന്ന് കേട്ടപ്പോഴേ അവന്മാരുടെ മറ്റു രീതി എല്ലാം മാറി. പ്രതാപന് അവരെയൊക്കെ നിർത്തേണ്ട തന്ത്രം അറിയാം.
കുറുപ്പ് അല്പം സീരിയസ് ആയാ മതി, എല്ലാം ശരിയാവും. ഇന്ന് മഹാദേവ് വർമ്മ സാറിന്റെ പ്രോഗ്രാം എവിടെയാ? തിരുവനന്തപുരത്തേക്കാണോ? അതിന് നിയമസഭാ സമ്മേളനം നടക്കുന്നില്ലല്ലോ. എന്തായാലും തിരുവനന്തപുരത്തേക്കല്ല. എവിടേക്കാണെന്ന് സാറ് പറഞ്ഞിട്ടില്ല. മോളെങ്ങോട്ടാ? ഡാൻസ് സ്കൂളിലേക്ക്? അതെ അമ്മേ. എന്നാ പിന്നെ കാർ എടുത്ത് പോണ്ട, അച്ഛൻ പുറത്തേക്ക് പോകുന്നുണ്ട്, കൂടെ പോയാ മതി. അപ്പൊ എനിക്ക് തിരികെ വരണ്ടേ? അതിനിവിടെ കുറുപ്പില്ലേ, അല്ലെങ്കിൽ ജഗന്നാഥനില്ലേ? അവരോട് ആരോടെങ്കിലും പറഞ്ഞിട്ട് പോണം 12:30 രാഗമാലിക ഡാൻസ് സ്കൂളിൽ വരാൻ. അത് മതി, അമ്മ പറഞ്ഞാ മതി. വേങ്കമലയിൽ പുലി ഇറങ്ങിയെന്ന് കേട്ടല്ലോ. അവിടെ പുലി മാത്രമല്ല, കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്നാ പറഞ്ഞു കേട്ടത്. എന്തായാലും വന്യമൃഗശല്യം രൂക്ഷ. വന്യമൃഗങ്ങളെയൊക്കെ മെരുക്കുകയും തുരത്തുകയൊക്കെ ചെയ്യാടൂ. പക്ഷേ അടിക്കടി ഉണ്ടാവുന്ന മനുഷ്യമൃഗ ശല്യത്തിന് എന്താണ് ഒരു പോംവഴി? അത് ശരിയാ. ഇന്നലെയും ആ പാവങ്ങളുടെ കോളനി കയറി ഒരു പാവം പെണ്ണിനെ ഒരുത്തന് ഉപദ്രവിച്ചു. അവിടെ കയറി നിരന്തര ഉപദ്രവമാണെന്ന് ഞാൻ കേട്ടു. ആരാണെന്ന് എന്തെങ്കിലും സംശയമുണ്ടോ? പ്രതികളെയൊക്കെ പോലീസിന് അറിയാം സാറേ. എന്നാൽ ഇതിനൊരു ന്യായമായ പരിഹാരം കണ്ടിട്ട് പ്രതികളെയൊക്കെ ജയിലിലേക്ക് അയച്ചിട്ടേ ഞാൻ ഇനി തിരുവനന്തപുരത്തേക്കുള്ളൂ. വേണോ കാർ എടുക്ക്. ഞാൻ ചാവി എടുക്കട്ടെ സാറേ? പോരാ. അതെ, മോളുകൂടെ വരുന്നുണ്ട്. അവളെ ഡാൻസ് സ്കൂളിലൊന്ന് ആക്കണം. അതിനെന്താ, അവളോട് വരാൻ പറ. മോളെ വരുന്നമ്മേ. അല്ല, മോക്ക് കൂട്ടുപോവാൻ ഒരു തോഴി ഉണ്ടായിരുന്നല്ലോ, ഇന്ന് കണ്ടില്ല. ശരിയാണല്ലോ, അംബിക ഇന്ന് കണ്ടിട്ടേ ഇല്ല. കോലോത്ത് മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത് അംബികയല്ലേ? എല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുകയായിരിക്കും. അംബിയെ കുറിച്ച് ആരും ഒരു നല്ല വാക്ക് പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, പ്രത്യേകിച്ച് ജഗന്നാഥൻ. ഇന്നൊരു നല്ല വാക്ക് പറഞ്ഞല്ലോ, എന്തു പറ്റി? അതും ശരിയാണല്ലോ. അംബികയുടെ കഷ്ടകാലം മാറുമായിരിക്കും. പ്രതാപനെ ഓർത്തല്ലേ അംബികയോട് എല്ലാരും ക്ഷമിക്കുന്നത്. എന്ത് നല്ല സ്വഭാവ പ്രതാപന്റേത്. ഇക്കാലത്ത് ഇത്രയും നല്ല ചെറുപ്പക്കാരനെ കാണാൻ പോലും കിട്ടില്ല.